നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ദയവ് ചെയ്ത് എന്നെ തെറ്റിദ്ധരിക്കരുത്. നീ എന്തു പറഞ്ഞാലും ഞാൻ നിന്നെ തെറ്റിദ്ധരിക്കില്ലേ അമ്മേ? അതെ, നീ നല്ലതുപോലെ ചിന്തിക്ക്, എന്നിട്ടൊരു തീരുമാനം എടുക്ക. അതല്ലേ നല്ലത്. അമ്മ, എത്രയും പെട്ടെന്ന് ഏറ്റവും അടുത്ത ദിവസം തന്നെ വിവാഹം നടത്തണം. അങ്ങനെ ഒരു മുഹൂർത്തം കണ്ടുപിടിക്കാൻ ജോത്സ്യനോട് പറയണം. അല്ലാതെ 2-3 മാസമൊന്നും കാത്തിരിക്കാൻ എനിക്ക് വയ്യ. അങ്ങനെ കാത്തിരിക്കേണ്ടി വരൂല മോളെ. ഇത് ചിങ്ങമാസമല്ലേ? ഈ മാസം വിവാഹത്തിന് പറ്റിയ ധാരാളം മുഹൂർത്തങ്ങളുണ്ട്. അതിലെ ഏറ്റവും അടുത്ത മുഹൂർത്തമായിരിക്കും നിശ്ചയിക്കുക. നിങ്ങൾ റെഡിയായില്ലേ? ഇപ്പൊ കഴിയും മുത്തശ്ശ. പെട്ടെന്നാവട്ടെ, രാഹുകാലത്തിന് മുമ്പ് ഇറങ്ങണം. ഇതാ കഴിഞ്ഞു. കാർ വന്നായിരുന്നോ? ഇപ്പൊ എത്തും. ദേവിക ഒരുങ്ങിയിറങ്ങിയോ? അവിടെ റെഡിയായി. നിങ്ങൾ വേഗം വാ. ശരി അമ്മ, വരുവാ. പറമോളെ. അമ്മ, എനിക്ക് മതിയായി അമ്മ. എനിക്ക് ജീവിതം മതിയായി. മോളെ, ഞാൻ തോറ്റുപോയമ്മ. ഞാനിവിടെ ഒറ്റപ്പെട്ടു പോയി. എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. എന്റെ സങ്കടം ആരും തിരിച്ചറിയുന്നുമില്ല. എനിക്കിനി ഇവിടെ നിൽക്കണ്ടമ്മ. ഞാനിവിടെ വെറുത്തു പോവുക. അമ്മ എന്നെ ദുബായിലേക്ക് കൊണ്ടുപോകണം. ഞാനിനി ഈ നാട്ടിൽ നിൽക്കില്ല. ഞാൻ ആശിച്ച പുരുഷൻ അഞ്ജലിയോടൊപ്പം ഇവിടെ കഴിയുമ്പോ ഞാനത് എങ്ങനെ സഹിക്കും? അതെനിക്ക് കണ്ടിരിക്കാൻ പറ്റില്ല. മോളെ, ഞാൻ പറഞ്ഞില്ലേ, ഇത് വിധിയാണ്. അതിന് നേരിട്ടേ മതിയാവൂ. അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. കഴിഞ്ഞതൊക്കെ ഒരു പാഠമാണെന്ന് ഓർത്ത് മോള് മാറണം. വേണ്ട, എനിക്ക് ആരുടെ ഉപദേശം വേണ്ട. അമ്മ എന്നെ ഇവിടുന്ന് ദുബായിക്ക് കൊണ്ടുപോകോ ഇല്ലയോ? അത് പെട്ടെന്ന് അങ്ങനെ കയറി വരുവാന്നൊക്കെ പറഞ്ഞ വിസയും ടിക്കറ്റിനും ഒക്കെയുള്ള പണവും അല്ലെങ്കിലും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുവല്ല വേണ്ടത്. ഹലോ മോളെ, ഗോപികെ, ഹലോ. ഗോപികെ, നീ ഇതുവരെ റെഡിയായില്ലേ? ഞാൻ വരുന്നില്ല. ഞാൻ എന്തിനാ വരുന്നേ? ഇങ്ങനെ ഒഴിഞ്ഞു മാറരുത്. നീ വിധിയെ തന്റെ അടുത്തോട് അഭിമുഖീകരിക്കണം. നോക്ക്, ഈ ദിവസങ്ങളും കടന്നു പോവും. ഇതൊന്നിന്റെ അവസാനം അല്ലാന്ന് ഓർക്കണം മോളെ. നീ ഞാൻ പറയുന്ന അനുസരിക്കേ. വേഗം റെഡിയാവ്. ചില ചേച്ചി പറയുന്ന മോള് കേൾക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.